കഴിഞ്ഞ ദിവസം കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത് ചരിത്രപരമായ ഒരു പ്രഖ്യാപനത്തിനാണ്. വി.ഡി. സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയ യു.ഡി.എഫ് സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ഗവർണർ രാജേന്ദ്ര ആർ ലേഖർ സഭയിൽ വായിച്ചപ്പോൾ കേരളക്കര ഒന്നടങ്കം ചോദിച്ച ഒരു ചോദ്യമുണ്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് യു.ഡി.എഫ് പ്രഖ്യാപിച്ച ആ 5 ഇന്ദിരാ ഗ്യാരണ്ടികൾ ഈ തകർന്നടിഞ്ഞ ഖജനാവ് വെച്ച് എങ്ങനെ നടപ്പാക്കും? ശത്രുക്കൾ പോലും കരുതിയത് മുൻ സർക്കാർ വരുത്തിവെച്ച ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ പുതിയ യു.ഡി.എഫ് സർക്കാർ പെട്ടുപോകുമെന്നാണ്. എന്നാൽ അസൂയക്കാരുടെ എല്ലാം വായടപ്പിച്ചുകൊണ്ട് വിപ്ലവകരമായ ആ 5 പദ്ധതികളും വെറും 5 വർഷം കൊണ്ട് കൃത്യമായി നടപ്പാക്കാനുള്ള ആരും ചിന്തിക്കാത്ത അത്ഭുതപ്പെടുത്തുന്ന വഴികൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇതിനോടകം തന്നെ കണ്ടുവച്ചിട്ടുണ്ട്. വെറും പൊള്ളയായ വാഗ്ദാനങ്ങളല്ല, മറിച്ച് തകർന്ന ഖജനാവിനെ ഒട്ടും ബാധിക്കാതെ ഈ കോടികളുടെ പദ്ധതികൾ എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കുമെന്ന കൃത്യമായ മാസ്റ്റർ പ്ലാൻ സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു. എന്താണ് സതീശന്റെ ആ രഹസ്യ പ്ലാൻ? എങ്ങനെയാകും ഈ പുതുയുഗ കേരളം? നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. ഈ പദ്ധതികളിലേക്ക് കടക്കുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നടത്തിയ ഒരു പരിഹാസമുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. ഖജനാവിൽ 5429 കോടി രൂപ ബാക്കി വെച്ചിട്ടാണ് തങ്ങൾ ഭരണം വിട്ടതെന്നും പുതിയ സർക്കാർ ധനപ്രതിസന്ധിയെക്കുറിച്ച് വെറുതെ കള്ളം പറയുകയാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം. ഇത് കേട്ടാൽ ആർക്കാണ് ചിരി വരാത്തത്? കഴിഞ്ഞ 5 വർഷം കൊണ്ട് കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ കടക്കണിയിലാക്കിയത് ആരാണ്? സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും 2021 ശമ്പള പരിഷ്കരണ കുടിശ്ശികയോ TA അലവൻസോ നൽകാതെ വഞ്ചിച്ചവരാരാണ്? ട്രഷറിയിൽ കഴിഞ്ഞ തിരുവോണക്കാലം മുതൽ ക്യൂ സിസ്റ്റം ഏർപ്പെടുത്തി. ആദ്യം 10 ലക്ഷം, പിന്നെ അത് കുറച്ച് 3 ലക്ഷത്തിന് മുകളിലുള്ള ചെക്കുകൾ മാറാൻ പറ്റാത്ത അവസ്ഥയുണ്ടാക്കി. തദ്ദേശ സ്ഥാപനങ്ങളുടെ 40% വരുന്ന പദ്ധതി വിഹിതം പോലും നൽകാതെ പൂച്ച പെറ്റുകിടക്കുന്ന അവസ്ഥയിലാണ് അവർ ഖജനാവ് വിട്ടൊഴിഞ്ഞത്. എന്നിട്ടാണിപ്പോൾ വലിയ തൊലിക്കട്ടിയോടെ 5429 കോടിയുടെ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നത്. എന്നാൽ വി.ഡി. സതീശൻ സർക്കാർ ഒളിച്ചു കളിക്കില്ല. ഈ ധനപ്രതിസന്ധിയുടെ യഥാർത്ഥ അവസ്ഥ പൊതുജനങ്ങൾക്ക് മുന്നിൽ അളന്നു തിട്ടപ്പെടുത്തി കാണിക്കാൻ ഒരു ധവളപത്രം ഉടൻ പുറത്തിറക്കുമെന്നാണ് നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കിയിട്ടുള്ളത്. ആ ധവളപത്രം വരുമ്പോൾ പിണറായിയുടെ കള്ളക്കണക്കുകളെല്ലാം പൊളിയും എന്നതാണ് യാഥാർത്ഥ്യം. ഇനി നമുക്ക് ആ ആകാംക്ഷാഭരിതമായ കാര്യത്തിലേക്ക് കടക്കാം. ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇന്ദിരാ ഗ്യാരണ്ടികൾ എങ്ങനെ നടപ്പാക്കും? അതിന് ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന പ്രായോഗിക വഴികൾ എന്തൊക്കെയാണ്? അതിലെ ഒന്നാമത്തെ പ്രഖ്യാപനം വനിതകൾക്ക് KSRTC ബസ്സുകളിൽ സൗജന്യ യാത്രയാണ്. കേരളത്തിൽ സ്ത്രീ പുരുഷ അനുപാതം നോക്കിയാൽ 52% സ്ത്രീകളാണ്. അപ്പോൾ എല്ലാ സ്ത്രീകൾക്കും സൗജന്യ പാസ് നൽകിയാൽ KSRTC കൂടുതൽ തകരില്ലേ എന്ന് പലരും സംശയം പ്രകടിപ്പിച്ചു. എന്നാൽ സതീശൻ സർക്കാർ ചിന്തിക്കുന്നത് വളരെ യുക്തിസഹമായാണ്. ഇതിനായി മുൻപ് KM മാണി സാറിന്റെ കാലത്ത് കൊണ്ടുവന്ന കാരുണ്യ ലോട്ടറി പോലെ ഒരു പ്രത്യേക ട്രാൻസ്പോർട്ട് ലോട്ടറി കൊണ്ടുവരുന്നതിനെ കുറിച്ച് സർക്കാർ ഗൗരവമായി ആലോചിക്കുന്നു. ലോട്ടറി വഴിയുള്ള നികുതിയേതര വരുമാനം KSRTCയിലേക്ക് നേരിട്ടെത്തിച്ച് ആ തുക കൊണ്ട് പാവപ്പെട്ട സ്ത്രീകൾക്ക് പൂർണ്ണ സൗജന്യ യാത്ര ഉറപ്പാക്കും. മാത്രമല്ല, ഇത് എല്ലാ സ്ത്രീകൾക്കും അക്രോസ് ദി ബോർഡ് നൽകുന്നതിന് പകരം നീല, മഞ്ഞ റേഷൻ കാർഡുകാരായ താഴെ തട്ടിലുള്ളവർക്ക് മുൻഗണന നൽകിക്കൊണ്ടായിരിക്കും ഇത് നടപ്പാക്കുക. നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ 93% സ്ത്രീകളാണ്. കുടുംബശ്രീ പ്രവർത്തകരും വീട്ടുജോലിക്ക് പോകുന്നവരും നിരന്തരം യാത്ര ചെയ്യുന്നവരാണ്. അവർക്ക് ഈ സൗജന്യ യാത്ര വലിയൊരു സാമ്പത്തിക ലാഭമുണ്ടാക്കും. കേന്ദ്ര സർക്കാർ വനിതാ സംവരണ ബില്ല് കൊണ്ടുവന്ന് വോട്ട് തട്ടിയിട്ട് അത് 2029 നീട്ടിവെച്ച് സ്ത്രീകളെ പറ്റിച്ചപ്പോൾ യു.ഡി.എഫ് സർക്കാർ സ്ത്രീകളെ യഥാർത്ഥമായി ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത്. ജൂൺ 15 ഇതിന്റെ പൂർണ്ണമായ വിവരങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് പ്രഖ്യാപിക്കും. രണ്ടാമത്തെയും മൂന്നാമത്തെയും ഗ്യാരണ്ടികൾ സാധാരണക്കാരുടെ സാമൂഹിക സുരക്ഷയും വിദ്യാഭ്യാസവും ഉറപ്പാക്കുന്നതാണ്. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കി ഉയർത്തും എന്നതാണ്. കഴിഞ്ഞ LDF സർക്കാർ വോട്ട് തട്ടാൻ വേണ്ടി മാത്രം തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് താൽക്കാലികമായി വർദ്ധിപ്പിച്ചതുപോലെയല്ല യു.ഡി.എഫിന്റെ സമീപനം.
സമസ്ത മേഖലകളിലെയും വരുമാന സമാഹരണത്തിലും ചെലവുകളിലും വലിയ തിരുത്തലുകൾ വരുത്തിക്കൊണ്ട് സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ഘട്ടം ഘട്ടമായി പെൻഷൻ തുക 3000-ലേക്ക് ഉയർത്തും. 5 വർഷം തികച്ച് ഈ ഗവൺമെന്റ് ഇറങ്ങുന്നതിന് മുൻപ് ഈ വാഗ്ദാനം പൂർണ്ണമായും പാലിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെയാണ് കോളേജ് വിദ്യാർത്ഥിനികൾക്ക് മാസം 1000 രൂപ നൽകുന്ന പദ്ധതി. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ ഇന്നും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ പെൺകുട്ടികളുടെ ഉന്നത വിദ്യാഭ്യാസമാണ് ആദ്യം മുടങ്ങുന്നത്. CDSന്റെ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് കേരളത്തിൽ 66% ആൺകുട്ടികൾ പ്രൊഫഷണൽ കോഴ്സുകളിലേക്ക് പോകുമ്പോൾ വലിയൊരു ശതമാനം പെൺകുട്ടികളും സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലാണ് ഒതുങ്ങിപ്പോകുന്നത്. കാരണം മാതാപിതാക്കൾക്ക് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. പകരം വിവാഹത്തിനാണ് അവർ പണം മാറ്റിവെക്കുന്നത്. ഈ 1000 രൂപ വിദ്യാർത്ഥിനികൾക്ക് നേരിട്ട് ലഭിക്കുമ്പോൾ മാതാപിതാക്കളുടെ സാമ്പത്തിക ഭാരം കുറയുകയും പെൺകുട്ടികൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വലിയൊരു പ്രോത്സാഹനമായി അത് മാറുകയും ചെയ്യും. 4ാമത്തെ ഗ്യാരണ്ടി ജനപ്രിയ നായകൻ ഉമ്മൻചാണ്ടിയുടെ സ്മരണാർത്ഥം കൊണ്ടുവരുന്ന 25 ലക്ഷം രൂപയുടെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. കേരളത്തിൽ 60 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ എണ്ണം ദേശീയ ശരാശരിയേക്കാൾ 3 ഇരട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഭൂരിഭാഗം സാധാരണ കുടുംബങ്ങളുടെയും വലിയൊരു തുക ചികിത്സയ്ക്കായി കടം വാങ്ങേണ്ടി വരുന്നു. സാധാരണക്കാരായ എല്ലാ കുടുംബങ്ങൾക്കും ഒരു വലിയ സുരക്ഷാ കവചമായി ഈ ഇൻഷുറൻസ് പദ്ധതി മാറും. ഇതിലേക്ക് ഇൻഷുറൻസ് പരിരക്ഷയുടെ ഭാഗമായി ജനങ്ങളുടെ ചെറിയൊരു കോൺട്രിബ്യൂഷൻ കൂടി ചേർത്തുകൊണ്ട് പലതുള്ളി പെരുവെള്ളം എന്ന രീതിയിൽ വൻകിട ചികിത്സാ ചെലവുകൾ പോലും സർക്കാർ ഏറ്റെടുക്കുന്ന വിപ്ലവകരമായ പദ്ധതിയാണിത്. 5ാമത്തെയും ഏറ്റവും നിർണായകവുമായ പ്രഖ്യാപനമാണ് യുവ സംരംഭകർക്ക് 5 ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പ. നീതി ആയോഗിന്റെ വ്യവസായ മത്സര സജ്ജതാ പഠനത്തിൽ കേരളം ഇന്ന് 18 വലിയ സംസ്ഥാനങ്ങളിൽ 15ാം സ്ഥാനത്താണ്. നോക്കുകൂലിയും യൂണിയൻ അതിക്രമങ്ങളും കാരണം വ്യവസായികൾ അയൽ സംസ്ഥാനങ്ങളിലേക്ക് ഓടിപ്പോകുന്നു. നമ്മുടെ മിടുക്കരായ യുവജനങ്ങൾ ബ്രെയിൻ ഡ്രെയിൻ കാരണം വിദേശങ്ങളിലേക്ക് ചേക്കേറുന്നു. ഇതിനൊരു മാറ്റം വരുത്താൻ പ്രാപ്തനായ കേരളം കണ്ട ഏറ്റവും മികച്ച വ്യവസായ മന്ത്രിയായ PK കുഞ്ഞാലിക്കുട്ടിയുടെ കരങ്ങളിലാണ് ഇന്ന് ഈ വകുപ്പുള്ളത്. 2012-16 കാലത്ത് അദ്ദേഹം കൊണ്ടുവന്ന IT വിപ്ലവം നമ്മൾ കണ്ടതാണ്. ഈ 5 ലക്ഷത്തിന്റെ പലിശരഹിത വായ്പയിലൂടെ ക്യാമ്പസുകളിൽ ഒരു സംരംഭക എക്കോസിസ്റ്റം കൊണ്ടുവരാൻ കുഞ്ഞാലിക്കുട്ടിക്ക് സാധിക്കും. ഓരോ ക്യാമ്പസിലും ലേബർ ബ്യൂറോകൾ സ്ഥാപിച്ച് പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനും വരുമാനം പ്രവൃത്തി പരിചയവും നേടാനുള്ള ഏൺ വൈൽ യു ലേൺ ഈ രീതി പദ്ധതിയുടെ ഭാഗമായി ഉടൻ നിലവിൽ വരും. ഇവയ്ക്ക് പുറമെ സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം വരെ ആർത്തവ അവധി നൽകുക, ദേവസ്വം നിയമനങ്ങളിൽ പട്ടികജാതി പട്ടികവർഗ സംവരണം കൃത്യമായി പാലിക്കുക തുടങ്ങിയ പ്രോഗ്രസീവായ ഒട്ടനവധി മാറ്റങ്ങളാണ് കഴിഞ്ഞ ദിവസത്തെ നയപ്രഖ്യാപനത്തിലൂടെ ഗവൺമെന്റ് മുന്നോട്ട് വച്ചിരിക്കുന്നത്. LDF മുൻപ് പറഞ്ഞിരുന്നത് നവകേരളം എന്നായിരുന്നു എങ്കിൽ അതിനെ പുതുയുഗ കേരളം എന്ന് തിരുത്തി എഴുതുമ്പോൾ അതിൽ ഒരു റവല്യൂഷണറി ചിന്തയുണ്ട്. സാങ്കേതിക വിദ്യ എത്ര വളർന്നാലും അത് മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കും എന്നും സാധാരണക്കാരുടെ ഉന്നമനത്തിനായിരിക്കും മുൻഗണനയെന്നും ഈ സർക്കാർ തെളിയിക്കുന്നു. വെറും വാചക കസർത്തുകളല്ല, മറിച്ച് സമസ്ത മേഖലകളിലും യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു വികസിത കേരളം കെട്ടിപ്പടുക്കാനാണ് VD സതീശനും UDFും ലക്ഷ്യമിടുന്നത്. മനമുണ്ടെങ്കിൽ മാർഗവുമുണ്ട് എന്ന് തെളിയിക്കുന്നതാണ് ഈ ആദ്യ നയപ്രഖ്യാപനം. വരും ദിവസങ്ങളിൽ ഈ പദ്ധതികൾ ഓരോന്നായി യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് കാണാം. ഈ വിപ്ലവകരമായ പ്രഖ്യാപനങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നന്ദി.